ഇപ്പോൾ പോകുന്നത് ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കോഴിക്കോട് നിന്ന് സിനോജ് തോമസിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വ്യാജ ഡീസൽ വിൽപ്പന സജീവമെന്ന് പമ്പുടമകൾ പറയുന്നു. 2 മാസത്തിനിടയിൽ 40,000 ലിറ്റർ വ്യാജ ഡീസലാണ് പിടിച്ചെടുത്തത്. വ്യാജ ഡീസൽ പിടിച്ച സ്ഥലങ്ങളിലെ പമ്പുകളിൽ വിൽപ്പന വർദ്ധിച്ചുവെന്നാണ് പമ്പുടമകൾ പറയുന്നത്. ലിറ്ററിന് 10 രൂപ വരെ കുറച്ചാണ് വ്യാജ ഡീസൽ വിൽപ്പന. ഇത് പിടികൂടുന്നതിന് നടപടിക്രമങ്ങൾ ലളിതമാക്കണമെന്നാണ് പമ്പുടമകൾ പറയുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. ഒന്ന്, ഇൻഡസ്ട്രിയൽ ഓയിൽ എന്നും പറഞ്ഞിട്ട് ഈ ഗുജറാത്ത്, ബോംബെ പോർട്ടുകളിൽ നിന്നെല്ലാം സാധനം പുറത്തുനിന്ന് വരുന്ന ഡീസലുകൾ ഇവിടെ കണ്ടമാനം വരുന്നുണ്ട്. അവിടുന്ന് ഈ 20 കാലിൻ്റെയും 24 കാലിൻ്റെ ഒക്കെ വലിയ വണ്ടികളിൽ വന്നിട്ട് മലപ്പുറം ജില്ലകളിലും അതുപോലെ ഈ ഗോഡൗണുകളിൽ ഇത് അൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് അവിടെ 1000 ലിറ്ററിൻ്റെ ബാരലുകളിലാണ് ഇപ്പം ഇറക്കി വെക്കുന്നത്. അവിടുന്ന് പിന്നെ അവർ ബൗസറിലേക്ക് റീഫില്ല് ചെയ്തിട്ട് ഈ ബൗസറിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, ബേപ്പൂരിലെ ഹാർബറുകളിലും ക്വാറികളിലും അതുപോലെ കൂടുതൽ ബൾക്ക് കസ്റ്റമേഴ്സിനെ പോയിട്ട് ഇവർ ക്യാൻവാസ് ചെയ്തിട്ട് 10 രൂപ വരെയൊക്കെ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 10 രൂപ 1 രൂപ വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവിടേക്ക് പോകും. അത് വ്യാജനാണോ ഒറിജിനലാണോ ചിന്തിക്കാനുള്ള അവർ നോക്കുന്നില്ല. പിന്നീടുള്ള കാര്യമല്ല. വണ്ടികൾ പെട്ടെന്ന് ഒരു പ്രത്യക്ഷത്തിൽ വണ്ടികൾ കേടൊന്നും വരില്ല. പക്ഷേ ഒരു 6-7 മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. സിനോജ് തോമസ് ചേരുന്ന വിശദാംശങ്ങളുമായി. സിനോജ്, ഇതെന്താണ് സംഭവം? ഡീസലിനും വ്യാജനോ എന്നതാണ് പമ്പുടമകൾ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് തിരിച്ചറിയാനാകുക? പമ്പുകളിൽ ഇത് ആരാണ് എത്തിക്കുന്നത്? 40,000 ലിറ്റർ വ്യാജ ഡീസൽ പിടിച്ചെടുത്തു 2 മാസത്തിനിടെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കണക്ക് കൂടിയാണ്. വിനീത, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പമ്പുടമകൾ നൽകുന്ന ഒരു പരാതിയാണ്. പക്ഷേ 2 മാസത്തിനിടയിൽ പോലീസ് അവസാനം ഈ പരാതി ഗൗരവത്തിലെടുത്ത് അന്വേഷണത്തിനിറങ്ങി. അങ്ങനെയാണ് കോഴിക്കോട് കുന്നമംഗലത്തിൽ നിന്ന് 18,000 ലിറ്റർ വ്യാജ ഡീസലാണ് പിടികൂടിയത്. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് നിന്ന് 10,000 ലിറ്റർ ഡീസലും പിടികൂടി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ എത്തിച്ച ബൗസർ ലോറി എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഇന്ധനം എത്തിച്ച് നൽകുന്ന ലോറിയാണ്, ടാങ്കർ ലോറിയാണ്. ആ ലോറിയിൽ നിന്ന് 6,000 ലിറ്റർ, അങ്ങനെ 40,000 ലിറ്റർ ഡീസലാണ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഈ ഡീസൽ പിടികൂടിയ സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് കുന്നമംഗലം എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ പമ്പുകളിൽ വിൽപ്പന വർദ്ധിച്ചുവെന്നാണ് പമ്പുടമകൾ പറയുന്നത്. താമരശ്ശേരി, അടിവാരം, കുന്നമംഗലം മേഖലയിലെ പമ്പുകളിൽ 1000 ലിറ്റർ ഡീസലിൻ്റെ വിൽപ്പനയാണ് ഇതോടുകൂടി വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നത് അവരുടെ കമ്പനിയിൽ നിന്ന് വരെ 5% വർധനവ് ഈ വ്യാജ ഡീസൽ പിടിച്ചത് വഴി ഉണ്ടായി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വ്യാജ ഡീസൽ പിടിക്കേണ്ട ഒരു നടപടിക്രമം വളരെ സങ്കീർണമാണ്. DYSP റാങ്കിലോ അല്ലെങ്കിൽ ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ഇത് പിടികൂടാനുള്ള അധികാരമുള്ളൂ. ഇത്രയധികം ലിറ്റർ ഡീസൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കാൻ നിലവിൽ സംസ്ഥാനത്ത് സംവിധാനങ്ങളില്ല. അതുകൊണ്ട് പിടികൂടുന്ന ഗോഡൌണിൽ തന്നെയാണ് ഇത്രയധികം വരുന്ന ലിറ്റർ ഡീസൽ സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ ലളിതമാക്കണമെന്നാണ് പമ്പുടമകൾ പറയുന്നത്. ഇത്തരത്തിൽ പിടികൂടുന്ന ഡീസൽ പെട്ടെന്ന് തന്നെ റിഫൈനറിൽ എത്തിച്ചത് ശുദ്ധീകരിച്ച് പമ്പുകളിൽ എത്തിച്ച് വിതരണം ചെയ്യണമെന്നാണ് പറയുന്നത്. സാധാരണ പമ്പുകളിൽ എത്തിക്കുന്ന ഡീസൽ പോലെയല്ല ഇത്തരത്തിൽ നൽകുന്ന ഡീസലുള്ളത്. ഡെൻസിറ്റി കുറവാണ്. ഇൻഡസ്ട്രി ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഓയിലാണ്. ഇതാണ് ഡീസലാണെന്ന രീതിയിൽ ബൗസർ ലോറികൾ നിറച്ച് ബൾക്കായിട്ട് ക്വാറികളിലും ഒപ്പം തന്നെ ഹാർബറുകളിൽ, ബോട്ടുകളിലും എത്തിച്ച് നൽകുന്നത്. ആളുകൾക്ക് ഈ ഡീസൽ പുറമെ നിന്ന് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഡീസലാണെന്ന് കരുതി വാഹനങ്ങളിലും ബോട്ടുകളിലും ലോറികളിലും മറ്റും മിഷനറികളിലും അടിക്കുന്നു. പക്ഷേ കാലക്രമേണ ഈ യന്ത്രങ്ങൾ കേടുവരുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വലിയ നികുതി വെട്ടിപ്പ് ഇതിന് പുറകിൽ നടക്കുന്നുവെന്ന് പറയുന്നു. കാരണം 95 രൂപയാണ് 1 ലിറ്റർ ഡീസലിന് നിലവിലെ വില. പക്ഷേ ഇത് 85 രൂപയ്ക്കോ അതിൽ താഴെ രൂപയ്ക്കാണ് എത്തിച്ച് നൽകുന്നത്. അങ്ങനെ വലിയൊരു സാമ്പത്തിക കൊള്ള ഇതിന് പുറകിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് പമ്പുടമകൾ പറയുന്നത്. വിനീത, ഏറെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് സിനോജ് തോമസ് ചൂണ്ടിക്കാണിച്ചത്. 2 മാസത്തിന്റെ 40,000 ലിറ്ററാണ് വ്യാജ ഡീസൽ പിടികൂടിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയം കൂടിയാണിത്. നമുക്ക് തിരിച്ചെത്താം. ചില വിശേഷങ്ങളുണ്ട്.